2008 ഡിസംബർ 18 ബാംഗ്ലൂരിനടുത്തുള്ള ഒരു ലോഡ്ജിലാണ് ഈ സംഭവം നടക്കുന്നത്. അവിടെ താമസിച്ചുകൊണ്ടിരുന്ന ആ സ്ത്രീയിൽ എന്തോ ഒരു പന്തികേട് ലോഡ്ജിലെ ജീവനക്കാർക്ക് തോന്നി. അവർ റൂമിന് പുറത്തേക്ക് പോയപ്പോൾ സ്പെയർ കീ ഉപയോഗിച്ച് അവരുടെ റൂം തുറക്കുവാൻ ലോഡ്ജിലെ ജീവനക്കാർ തീരുമാനിച്ചു. റൂം തുറക്കാനെത്തിയ ജീവനക്കാർ കണ്ടത് മറ്റൊരു ലോക്കിട്ട് ആ റൂം പൂട്ടിയിരിക്കുന്നതാണ്. സംശയം തോന്നിയ ജീവനക്കാർ ബലമായി ആ റൂമിന്റെ ജനൽ ഓപ്പൺ ചെയ്തു. റൂമിനുള്ളിലേക്ക് നോക്കിയ ജീവനക്കാർ അവിടെ മറ്റൊരു സ്ത്രീ കിടന്നുറങ്ങുന്നത് കണ്ടു. ആ സ്ത്രീയെ ഉണർത്താൻ ജീവനക്കാർ ശ്രമിച്ചെങ്കിലും അവരുണർന്നില്ല. എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കിയ ജീവനക്കാർ പോലീസിൽ വിവരം അറിയിച്ചു. സ്ഥലത്തെത്തിയ പോലീസ് ജനൽ വഴി ആ സ്ത്രീയെ ഉണർത്താൻ ശ്രമിച്ചെങ്കിലും അവരുണർന്നില്ല. പിന്നീട് ബലമായി ആ റൂമിന്റെ പൂട്ട് പൊളിച്ച് പോലീസ് ആ റൂമിനുള്ളിലേക്ക് കയറി. റൂമിനകത്തെത്തി പോലീസ് ആ സ്ത്രീയെ ഉണർത്താൻ ശ്രമിച്ചു. പരിശോധനയിൽ അവർ മരണപ്പെട്ടിരിക്കുന്നുവെന്ന് പോലീസിന് മനസ്സിലായി. തുടർന്ന് അവരുടെ മൃതദേഹം പോലീസ് പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. പിന്നീട് ഈ സ്ത്രീയെ കാണാതായ പരാതി പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചിട്ടുണ്ടോ എന്നായി പോലീസിന്റെ അന്വേഷണം. അതിന് ഫലം കണ്ടു. മരണപ്പെട്ടിരിക്കുന്ന സ്ത്രീയുടെ പേര് നാഗവേണി എന്നാണ്. ഇവരെ കാണാതായിട്ട് ഏതാണ്ട് ഒരാഴ്ചയായിരിക്കുന്നു. മാത്രമല്ല, ഇവരെ കാണാതാകുന്ന സമയത്ത് ധാരാളം സ്വർണ്ണാഭരണങ്ങൾ ഇവരുടെ കൈവശമുണ്ടായിരുന്നുവെന്നും കുടുംബം നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. ഈ സ്ത്രീയുടെ മരണത്തിന് കാരണം നേരത്തെ ലോഡ്ജിൽ നിന്നും പുറത്തേക്ക് പോയ സ്ത്രീ ആയിരിക്കാമെന്ന് പോലീസ് ഊഹിച്ചു. ഈ സമയം ലോഡ്ജിൽ നിന്നും പുറത്തേക്ക് പോയ സ്ത്രീ മടങ്ങിയെത്തുമ്പോൾ കണ്ടത് അവിടെ മാകും പോലീസിനെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ്. അത് കണ്ട അവൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മരണപ്പെട്ട സ്ത്രീയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചു. അതിൽ സ്വാഭാവിക മരണമെന്നായിരുന്നു. പോലീസിന് ഒരു വ്യക്തതയും കിട്ടിയില്ല. 2008 ഡിസംബർ 31 ലോഡ്ജിന് സമീപത്തുള്ള ചില സ്വർണ്ണക്കടകൾ സ്വർണം വിൽക്കാനെത്തിയതായിരുന്നു ആ സ്ത്രീ. സംശയം തോന്നിയ പോലീസ് അവരെ ബസ് സ്റ്റാൻഡിൽ വെച്ച് അറസ്റ്റ് ചെയ്തു. ചോദ്യം ചെയ്യലിൽ മരണപ്പെട്ട സ്ത്രീക്കൊപ്പം ആ ലോഡ്ജിൽ താമസിച്ചിരുന്നത് ഈ സ്ത്രീ തന്നെയാണെന്ന് പോലീസിന് മനസ്സിലായി. തുടർന്ന് ആ സ്ത്രീയെ വിശദമായി തന്നെ ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചു. പോലീസ് അവരോട് പേരന്വേഷിച്ചു. മല്ലിക എന്നവർ പേര് പറഞ്ഞു. മല്ലികയോടുള്ള പോലീസിന്റെ അടുത്ത ചോദ്യം, നീ എന്തിനാണ് നാഗവേണിയെ കൊന്നതെന്നായിരുന്നു. അതിന്റെ മറുപടി കേട്ട പോലീസ് ഞെട്ടിപ്പോയി. ഞാൻ ഒരാളെയല്ല 7 പേരെ കൊന്നിട്ടുണ്ടെന്ന് മല്ലിക പോലീസിനോട് പറഞ്ഞു. പിന്നെ ചുരുളഴിഞ്ഞത് ഇന്ത്യയിലെ ആദ്യത്തെ ലേഡി സീരിയൽ കില്ലറിന്റെ ഞെട്ടിക്കുന്ന കഥയാണ്. ആരാണ് ഈ മല്ലിക? എന്തിനാണ് അവർ തുടർച്ചയായി ഇങ്ങനെ കൊലപാതകങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്? മാത്രമല്ല, കൊല്ലപ്പെട്ടവരുടെ എല്ലാം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളിൽ അത് സ്വാഭാവിക മരണമെന്ന് പറയാൻ കാരണമെന്ത്? സുഹൃത്തുക്കളെ, ആ അന്വേഷണത്തിന്റെ നാൾ വഴികളിലൂടെ നമുക്ക് ഒരുമിച്ച് പോകാം. കർണാടകയിലെ മാണ്ഡ്യ ജില്ലയിലെ മൈസൂരിനടുത്താണ് KD കെമ്പമ്മ എന്ന മല്ലിക ജനിച്ചത്. ഇവരുടെ ഭർത്താവ് ഒരു തയ്യൽ ജോലിക്കാരനാണ്. ഇവർക്ക് 3 മക്കളുണ്ട്. ഭർത്താവിന്റെ വരുമാനം കൊണ്ട് മാത്രം നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയില്ല എന്ന് തോന്നിയപ്പോൾ അവർ ഒരു ചിട്ടി ഫണ്ട് തുടങ്ങി. ആ നാട്ടിലുള്ള ആളുകൾക്കൊക്കെ മല്ലികയും കുടുംബത്തെയും നന്നായി അറിയാമായിരുന്നതിനാൽ അവർ മല്ലിക തുടങ്ങിയ ചിട്ടി ഫണ്ടിലേക്ക് പണം അടച്ചു തുടങ്ങി. ധാരാളം പണം കയ്യിൽ വന്നപ്പോൾ ആഡംബരത്തിൽ ജീവിക്കാൻ ഇഷ്ടപ്പെട്ട മല്ലിക ഭർത്താവിനെയും മക്കളെയും ഉപേക്ഷിച്ച് ചിട്ടിപ്പണവുമായി ഒരു ദിവസം രാത്രി ആ വീട്ടിൽ നിന്നും മുങ്ങി. ചിട്ടിപ്പണവുമായി മല്ലിക മുങ്ങിയതോടെ പണം ആവശ്യപ്പെട്ട് മല്ലികയുടെ ഭർത്താവിനെ ആളുകൾ സമീപിച്ചു തുടങ്ങി. പണമടച്ചവരെ ഭയന്ന് അയാളും 3 മക്കളും ആ ഗ്രാമം വിട്ട് മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി. ഈ സമയം മല്ലിക ആ പണവുമായി ബാംഗ്ലൂരിനടുത്തുള്ള ഒരു ക്ഷേത്രത്തിലെത്തിയിരുന്നു. അവിടെയുള്ള ക്ഷേത്ര ജീവനക്കാരെ കണ്ട ശേഷം തന്റെ കയ്യിൽ ഒരുപാട് പണമുണ്ടെന്നും ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിനായി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും ശിഷ്ടകാലം ഭക്തിമാർഗത്തിലൂടെ ഈ ക്ഷേത്രത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും പറഞ്ഞു. ക്ഷേത്ര ജീവനക്കാർ മല്ലികയ്ക്ക് താമസിക്കാൻ അവിടെ ഒരു റൂം ശരിയാക്കി കൊടുത്തു. മല്ലിക അവിടെ താമസം തുടങ്ങി. ആ ക്ഷേത്രത്തിന്റെ റെസ്റ്റ് ഹോം ഏരിയയിൽ തനിക്ക് ലഭിച്ച മുറിയിൽ ഇരുന്നു കൊണ്ട് ആ അമ്പലത്തിൽ നിത്യസന്ദർശകരായി വരുന്ന സ്ത്രീകളെ മല്ലിക ശ്രദ്ധിക്കാൻ തുടങ്ങി. അതിൽ തീരെ ദുഃഖിതരും സമ്പന്നരുമായ സ്ത്രീകളോട് മല്ലിക അങ്ങോട്ട് പോയി സംസാരിക്കും. ദൈവികമായ കാര്യങ്ങൾ ഒരുപാട് അറിവുള്ള വ്യക്തിയെ പോലെയായിരുന്നു മല്ലികയുടെ സംസാരം. പിന്നീട് അവരുമായി സൗഹൃദത്തിലാവും. അവരുടെ ദുഃഖത്തിന്റെ കാരണം ചോദിച്ചു മനസ്സിലാക്കും. പിന്നീട് ആ ദുഃഖങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുകയും അത് ചെയ്യാൻ സഹായിക്കാമെന്ന് അവർക്ക് വാഗ്ദാനം നൽകുകയും ചെയ്യും. 1999 ഒക്ടോബർ 19 അന്നാണ് മല്ലികയ്ക്ക് തന്റെ ആദ്യത്തെ ഇരയായ മമതാ രാജിനെ കിട്ടുന്നത്. ആ ക്ഷേത്രത്തിലെ നിത്യസന്ദർശികയായിരുന്ന മമതാ രാജിനോട് എന്താണ് അവരുടെ ദുഃഖമെന്ന് മല്ലിക ചോദിച്ചു മനസ്സിലാക്കി. മമതയുടെ കുടുംബാംഗങ്ങളുമായുള്ള പൊരുത്തക്കേടുകളും അസ്വാരസ്യങ്ങളുമായിരുന്നു അവരുടെ ദുഃഖത്തിന് പിന്നിലെന്ന് മല്ലികയോട് പറഞ്ഞു. മമതയുടെ ദുഃഖത്തിന്റെ കാരണമായി മല്ലിക അവരോട് പറഞ്ഞത്, മമതയുടെ കൈവശം ധാരാളം സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടല്ലോ, ഈ ആഭരണങ്ങളാണ് കുടുംബത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഒരു ദിവസം ആ ആഭരണങ്ങളെല്ലാം എടുത്ത് തന്റെ അടുക്കലേക്ക് വന്നാൽ താൻ ഒരു പൂജ ചെയ്ത് നൽകാം. അതോടുകൂടി കുടുംബത്തെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാകും. ആ വാക്കുകൾ വിശ്വസിച്ച മമത താമസിയാതെ തന്നെ അവരുടെ കൈവശമുള്ള എല്ലാ ആഭരണങ്ങളും എടുത്തുകൊണ്ട് മല്ലികയെ കാണാനായി ക്ഷേത്രത്തിലുള്ള അവരുടെ റൂമിലേക്ക് വന്നു.
മല്ലിക മമതയോട് ആ ആഭരണങ്ങളെല്ലാം അണിഞ്ഞ് തന്റെ മുന്നിൽ പൂജയ്ക്കിരിക്കാൻ പറഞ്ഞു. മമത മല്ലിക പറഞ്ഞതുപോലെ ചെയ്തു. പൂജ കഴിഞ്ഞ ശേഷം മല്ലിക കുടിക്കാനായി ഒരു തീർത്ഥജലം മമതയ്ക്ക് നൽകി. തീർത്ഥജലം കുടിച്ച ശേഷം ആ ആഭരണങ്ങളെല്ലാം ഊരി തന്റെ റൂമിൽ വെച്ച് ക്ഷേത്രകുളത്തിൽ പോയി കുളിച്ചു വരാൻ മല്ലിക മമതയോട് പറഞ്ഞു. ക്ഷേത്രകുളത്തിൽ കുളിക്കാൻ പോയ മമത ആ കുളത്തിൽ വീണ് മരിച്ചു. മല്ലിക മമതയിൽ നിന്ന് കിട്ടിയ എല്ലാ ആഭരണങ്ങളും എടുത്തുകൊണ്ട് ആ ക്ഷേത്രത്തിന് കുറച്ചകലെയുള്ള മറ്റൊരു ലോഡ്ജിലേക്ക് എത്തിച്ചേർന്നു. അവിടെ ഒരു മുറിയെടുത്ത് ആ മുറിയിൽ ഈ ആഭരണങ്ങളെല്ലാം ഒളിപ്പിച്ചു വെച്ചു. മമത ക്ഷേത്രകുളത്തിൽ മുങ്ങി മരിച്ചെന്ന് കരുതിയ പോലീസിനും മറ്റു സംശയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. കുറച്ചു ദിവസങ്ങൾ കൂടി മല്ലിക ആ ക്ഷേത്രത്തിലൊക്കെ പോയി വന്നു. പിന്നീട് അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി. അവിടെ മമതയുടെ ആഭരണങ്ങളൊക്കെ വിറ്റുകിട്ടിയ കാശുകൊണ്ട് സുഖലോലുപയായി ജീവിക്കാൻ തുടങ്ങി. മല്ലിക തന്റെ പ്ലാൻ തയ്യാറാക്കി തുടങ്ങി. മമതയെ കൊന്ന പോലെ ഇനിയും തുടരുകയാണെങ്കിൽ തനിക്ക് അത്യാഡംബരപൂർവ്വം ജീവിക്കാൻ കഴിയുമെന്ന് മല്ലിക ചിന്തിച്ചു. മല്ലിക 2007 ഒക്ടോബർ 10 ഡിസംബർ 18 ഇടയിൽ മറ്റ് 6 സ്ത്രീകളെ കൂടി കൊലപ്പെടുത്തി. മല്ലികയുടെ രണ്ടാമത്തെ ഇര സതനൂറിൽ നിന്നുള്ള 52-കാരിയായ എലിസബത്ത് ആയിരുന്നു. അവരുടെ പേരക്കുട്ടിയെ കാണാതായിട്ട് കുറച്ചു നാളുകളായി. ആ കുട്ടിയെ തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി അവിടെയുള്ള കബലമ്മ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ എത്തുമായിരുന്നു. അവരുടെ ആ സങ്കടം മുതലാക്കി മല്ലിക മമതയെ കൊന്ന പോലെ എലിസബത്തിനെയും കൊന്നു. മല്ലിക തന്റെ അടുത്ത പ്ലാൻ നടത്തുന്നതിനായി കാറ്റ സിദ്ധഗംഗ മഠത്തിലേക്ക് എത്തി. അവിടെ മല്ലികയുടെ മൂന്നാമത്തെ ഇരയായി എത്തിയത് 60 വയസ്സുള്ള യശോദാമയായിരുന്നു. അവർക്ക് ആസ്മയുടെ അസുഖമുണ്ടായിരുന്നു. അത് മാറ്റിക്കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് മുൻപ് 2 പേരെ കൊന്നതുപോലെ അവരെയും കൊലപ്പെടുത്തി. ഭക്തിയുടെ മൂടുപടം അണിഞ്ഞിരുന്ന മല്ലിക എന്ന രക്തയക്ഷി ഓരോ കൊലപാതകങ്ങൾക്ക് ശേഷവും തന്റെ തീർത്ഥാടന കേന്ദ്രങ്ങൾ മാറ്റിക്കൊണ്ടേയിരുന്നു. 4ാമത്തെ ഇര 60 വയസ്സുള്ള മുനിയമ്മയായിരുന്നു. ഭക്തിഗാനങ്ങൾ ഒരുപാട് പാടാൻ ഇഷ്ടപ്പെട്ടിരുന്ന അവർക്ക് ആ കഴിവ് കൂടുതൽ ലഭിക്കുന്നതിനായി മല്ലിക ഒരു പൂജ നിർദ്ദേശിച്ചു. അങ്ങനെ യദിയൂർ സിദ്ധങ്ങൾ ക്ഷേത്രത്തിൽ വെച്ച് മല്ലിക അവരെയും കൊലപ്പെടുത്തി. മല്ലികയുടെ 5ാമത്തെ ഇരയായ 60 വയസ്സുള്ള പിള്ളാമ ഹെബ്ബാർ ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു. ആ ക്ഷേത്രത്തിൽ ഒരു കമാനം നിർമ്മിച്ചു നൽകാമെന്ന് പിള്ളാമയ്ക്ക് മല്ലിക വാഗ്ദാനം നൽകി. അതിന്റെ പേരിൽ ചില പൂജകൾ ചെയ്യുന്നതിനായി മദ്ദൂർ വൈദ്യനാഥ ക്ഷേത്രത്തിലേക്ക് പിള്ളാമയെ മല്ലിക കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വെച്ച് അവരെയും മുൻപത്തെ പോലെ കൊല ചെയ്തു. ഇവരിൽ നിന്നുമൊക്കെ കിട്ടിയ സ്വർണ്ണാഭരണങ്ങളും എടുത്ത് മല്ലിക മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി. മല്ലികയുടെ 6ാമത്തെ ഇര കോലാറിൽ നിന്നുമുള്ള 22 വയസ്സുകാരിയായ രേണുവായിരുന്നു. വിവാഹശേഷം തനിക്ക് നല്ലൊരു കുഞ്ഞിനെ ലഭിക്കുന്നതിനായി ക്ഷേത്രത്തിൽ സ്ഥിരമായി പ്രാർത്ഥിക്കാൻ എത്തിയതായിരുന്നു അവൾ. ആ പെൺകുട്ടിയെയും പൂജയുടെ പേരിൽ മല്ലിക എന്ന വടയക്ഷി കൊലപ്പെടുത്തി. ഇങ്ങനെ സ്ത്രീകളെ കൊല ചെയ്ത് അവരുടെ സ്വർണം അപഹരിച്ച് അതൊക്കെ വിറ്റ് ധാരാളം പണം ഇപ്പോൾ മല്ലികയുടെ കയ്യിൽ വന്നിരിക്കുന്നു. ഇതൊക്കെ ലോഡ്ജ് മുറികളിൽ സൂക്ഷിക്കുന്നത് സേഫ് അല്ലെന്ന് തോന്നിയ മല്ലിക തന്റെ ബന്ധുക്കളെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു തുടങ്ങി. അങ്ങനെ തന്റെ ബന്ധുവീട്ടിൽ എത്തിയ മല്ലികയെ ചിട്ടിക്കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. 6 മാസത്തെ ജയിൽവാസത്തിന് ശേഷം മല്ലിക പുറത്തിറങ്ങി മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി. അവിടെ ഒരു ലോഡ്ജിൽ മുറിയെടുത്തു. മല്ലിക തന്റെ സ്ഥിരം പദ്ധതികൾ നടപ്പിലാക്കി തുടങ്ങി. പോകുന്ന ഓരോ സ്ഥലത്തും പേരും ഐഡന്റിറ്റിയും മാറ്റിക്കൊണ്ടേയിരുന്നു. പ്ലാനിൽ ചെറിയൊരു മാറ്റം വരുത്തി. ഇനി മുതൽ ഇരകളെ ലോഡ്ജിലേക്ക് കൊണ്ടുവന്ന് അവിടെ വെച്ച് കൊല്ലുക, അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ മറ്റാരുമില്ലാത്ത സമയത്ത് അവിടെ എത്തി അവരെ കൊല്ലുക. അങ്ങനെയാണ് 30-കാരിയായ നാഗവേണിയെ മല്ലിക ആ ലോഡ്ജിലേക്ക് എത്തിക്കുന്നത്. അവിടെ വെച്ച് കുട്ടികൾ ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള പൂജ ചെയ്ത് പൂജയ്ക്കിടയിൽ കൊല ചെയ്യുന്നതും. മറ്റെല്ലാ സ്ഥലങ്ങളിലും മല്ലികയുടെ പദ്ധതികൾ വൻ വിജയമായിരുന്നു. എന്നാൽ ഇവിടെയാണ് നമ്മൾ ആദ്യം കേട്ട കാര്യങ്ങളൊക്കെ ആ ലോഡ്ജിൽ സംഭവിക്കുന്നതും മല്ലികയുടെ പദ്ധതികളെല്ലാം പാളിപ്പോകുന്നതും. ഇതുവരെ കൊല ചെയ്യപ്പെട്ട എല്ലാവരുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സ്വാഭാവിക മരണമെന്നായിരുന്നു. മല്ലികയെ ചോദ്യം ചെയ്തു കഴിഞ്ഞ പോലീസ് നാഗവേണിയുടെ ഡെഡ് ബോഡി ഒരിക്കൽ കൂടി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ തീരുമാനിച്ചു. നാഗവേണിയുടെ ഡെഡ് ബോഡി 2ാമത് പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ വളരെ ചെറിയ അളവിലുള്ള സൈനൈഡിന്റെ അംശം കണ്ടെത്തിയിരുന്നു. ചെറിയ അളവിലുള്ള സൈനൈഡ് ഒരു സ്ലോ പോയിസണായി പ്രവർത്തിക്കൂ. എന്നാൽ സൈനൈഡ് വലിയ അളവിൽ ഉള്ളിലേക്ക് എത്തിയാൽ പെട്ടെന്ന് തന്നെ മരണം സംഭവിക്കും. ചെറിയ അളവിലുള്ള സൈനൈഡ് ആകട്ടെ ഉള്ളിൽ ചെന്ന് കുറച്ചധികം സമയം കഴിഞ്ഞേ മരണം സംഭവിക്കൂ. സൈനൈഡ് ടെസ്റ്റ് ചെയ്യാതെ പോസ്റ്റ്മോർട്ടത്തിൽ അത് കണ്ടെത്താനും കഴിയില്ല. അതുകൊണ്ടാണ് ആദ്യത്തെ മരണങ്ങളിലൊക്കെ തന്നെ അത് സ്വാഭാവിക മരണമെന്ന് പോസ്റ്റ്മോർട്ടം റിസൾട്ട് കാണപ്പെട്ടത്. ഇനിയത്തെ ചോദ്യം മല്ലികയ്ക്ക് എങ്ങനെ സൈനൈഡ് കിട്ടിയെന്നതാണ്. മല്ലിക ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ പല സ്വർണ്ണ പണിശാലകളിലും സഹായിയായി ജോലി ചെയ്തിരുന്നു. ആ സമയത്ത് അവിടെ സ്വർണം പോളിഷ് ചെയ്യുന്നതിന് സൈനൈഡ് ഉപയോഗിക്കുന്നത് അവർ കണ്ടിട്ടുണ്ട്. അവിടെ നിന്നും മോഷ്ടിച്ചെടുത്തതാണ് ഈ സൈനൈഡ്. സൈനൈഡ് ചെറിയ അളവിൽ കൊടുത്തുള്ള ഈ ഒരു സീരിയൽ കൊലപാതകത്തിന് മല്ലികയെ പ്രേരിപ്പിച്ചത് ഒരു സിനിമ കണ്ടതിലൂടെയാണെന്ന് പോലീസ് ചോദ്യം ചെയ്യലിൽ അവർ പോലീസിനോട് പറഞ്ഞു.
1999 മുതൽ 2007 വരെ മല്ലിക കൊല ചെയ്ത എല്ലാ സ്ത്രീകളുടെയും ഡെഡ് ബോഡി വീണ്ടും പുറത്തെടുക്കുകയും പോസ്റ്റ്മോർട്ടം ചെയ്യുകയും ചെയ്തു. ആ ബോഡിയിലെല്ലാം സയനൈഡിന്റെ അംശം കണ്ടെത്താൻ പിന്നീട് പോലീസിന് സാധിച്ചു. മറ്റാർക്കും ഒരു സംശയത്തിനും ഇട കൊടുക്കാതെ മല്ലിയെ എങ്ങനെ ഇത്രയും പേരെ കൊലപ്പെടുത്തിയെന്നോർത്ത് പോലീസ് പോലും അതിശയിച്ചുപോയി. ദൈവവിശ്വാസത്തെ ചൂഷണം ചെയ്ത് ഇത്രയധികം സീരിയൽ കൊലപാതകങ്ങൾ ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീയാണ് മല്ലിക. അറസ്റ്റ് ചെയ്യപ്പെട്ട് കോടതിയിലെത്തിയ മല്ലികയ്ക്ക് 2010 കോടതി വധശിക്ഷ വിധിച്ചു. കർണാടകയിൽ ആദ്യമായി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട സ്ത്രീ കൂടിയായിരുന്നു മല്ലിക. ക്രിമിനൽ ലിസ്റ്റിൽ മല്ലികയ്ക്ക് സയനൈഡ് മല്ലിക എന്ന വിളിപ്പേരും വീണു. 2012 കോടതി മല്ലികയുടെ ശിക്ഷാവിധി ജീവപര്യന്തമാക്കി കുറച്ചു. കാരണമായി കോടതി പറയുന്നത് കെമ്പമ്മ കുറ്റവാളിയാണെന്ന് കണ്ടെത്താൻ സാഹചര്യ തെളിവുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ്. ഒരുപക്ഷെ ഭക്തിയുടെ പേരിലും അല്ലാതെയുമൊക്കെ വലവിരിച്ച് ഇരകളെ കാത്തിരിക്കുന്ന ഒരുപാട് കൊലയാളികൾ നമുക്ക് ചുറ്റിനും ഉണ്ടാവാം. അതിലൊന്നും പോയി വീഴാതെ നമ്മുടെ ജീവനും ജീവിതവും കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് ആദ്യം നമ്മുടെ ഉത്തരവാദിത്തമാണെന്നാണ് എനിക്ക് ഈ ഒരു കഥ കേട്ടപ്പോൾ തോന്നിയത്. എന്താണ് ഈ ഒരു ക്രൈം സ്റ്റോറിയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ തൽക്കാലം ഇവിടെ പറയുന്നു. ഇറ്റ്സ് മീ ദിവ്യ.